Hello friends, welcome back to your channel One Circle. നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. എൻ്റെ പേര് ഷെഫീർ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റൈലിസ്റ്റിക്സ്. അതായത് നമുക്ക് രണ്ടാൾക്ക് പേഴ്സണലി ഇവിടെ ആൾക്കാർ ചെയ്യുന്നതിൽ സ്റ്റൈൽ മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയ കാര്യങ്ങളാണ്. അതായത് ഒഫൻഡ് ചെയ്യാനൊന്നുമല്ല, അത് നമുക്ക് തോന്നിയ സ്റ്റൈൽ മിസ്റ്റേക്സ് ആണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ ആരെണ്ണുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ സ്കിന്നി ജീൻസ് ആണ്. അതായത് ഇപ്പോൾ ഷെരീഫ് ഇപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചത് ഷെരീഫ് ധരിച്ച പോലെ അങ്ങനെ സ്കിൻ ടൈറ്റ് ജീൻസ് ആളുകൾ ധരിക്കുന്നത് ഒരു വൃത്തികേടാണ്. അത് മാത്രമല്ല എനിക്ക് ധാരാളം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. ബ്ലഡ് സർക്കുലേഷൻ നടക്കില്ല, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇങ്ങനെ ഇതേപോലെ ധരിച്ചിട്ട് കുറേ ആൾക്കാരാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ലേഡീസ് എന്താ പറയുക, ലേഡീസ് ലെഗിൻസ് ധരിക്കുന്ന പോലെയാണ് അവർ അത് ധരിച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ അത് വളരെ മോശമാണ്. അപ്പോൾ അതാണ് നമ്മളെ ഫസ്റ്റത്തെ പോയിന്റ്. അപ്പോൾ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സൺഗ്ലാസസ്. അതിപ്പോൾ നമ്മൾ ധരിക്കുന്നതിന് ശേഷം മെയിനായിട്ട് ഈ രാത്രി സഫീറിനോട് കാണുന്നത് മോളുടെ ഉള്ളിലാന്നുള്ളത്. പക്ഷേ സൺഗ്ലാസ് രാത്രി ടൈമാണ് സൺഗ്ലാസ് ഒക്കെ തരും. ഈ പേരിൽ തന്നെ സൺഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൂര്യന് പ്രൊട്ടക്ഷനാണ് സൺഗ്ലാസ്. അപ്പോൾ ഇത് രാത്രിയോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻഡോർസിൽ പൊതുവെ ധരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു മിസ്റ്റേക്കാണ്, സ്റ്റൈൽ മിസ്റ്റേക്കാണ്. പേഴ്സണലി ഞാൻ അത്ര ഫോണിലല്ല ഈ കാര്യത്തിൽ. അപ്പോൾ നിങ്ങളത് ധരിക്കാണ്ട് നോക്കുക, നമുക്ക് നല്ലൊരു സ്റ്റൈലിലേക്ക് മാറാൻ പറ്റും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ മിസ്മാച്ചിങ് കളേഴ്സ്. അതായത് നമ്മളൊരു ഡ്രസ്സിന് പറ്റിയ ഒരു സൂട്ട് ഒരു കളേഴ്സ് ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇവിടെ ഷെരീഫ് ധരിച്ച പോലെ ഉണ്ടാകുക ഇതേപോലെ ഫുൾ മിസ്മാച്ചിങ് ആണ്. ഇതെന്താ കളർക്കോല് അങ്ങനെ കുറേ ആൾക്കാർ ധരിച്ചിട്ട് പോകുന്നത് അവർ ജസ്റ്റ് ഇരിക്കാനാണ് തോന്നിയത്. അതുകൊണ്ടാണ് മൂന്നാമത്തെ പോയിന്റ് അതും കൂടി എടുത്തത്. അപ്പോൾ ഫോർത്ത് സ്റ്റൈൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സഫീറിനെ വേണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫോമൽ അല്ല സോറി സെമി ഫോമൽ ഔട്ട്ഫിറ്റിന് മേലെ ടോപ്പ് അടിപൊളിയായിട്ടുണ്ട്. സെമി ഫോമൽ ഷർട്ട് അതേപോലെ തന്നെ ട്രൗസേഴ്സ്. പക്ഷെ താഴെ ലെഗിന്റെ ഭാഗത്തേക്ക് നോക്കി താഴേക്ക് നോക്കി ഫുട്വെയർ നോക്കി കഴിഞ്ഞാൽ വളരെ ബോറാണ്. കാരണം എന്ന് വെച്ചാൽ മേലൊക്കെ പെർഫെക്റ്റ് ആണെങ്കിൽ താഴെ സ്പോർട്സ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ റണ്ണിങ് അല്ലെങ്കിൽ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടുന്ന ഷൂസ് വന്നിട്ടുണ്ട്. അതൊരിക്കലും ഈ സെമി ഫോമൽ അല്ലെങ്കിൽ ഫോമൽ ഔട്ട്ഫിറ്റിനപ്പുറം മാച്ച് ആവാത്ത ഒരു സാധനമാണ്. ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ലോഫേഴ്സോ അല്ലെങ്കിൽ ചക്ക ബൂട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് ധരിക്കാൻ പറ്റും. പക്ഷെ ഒരിക്കലും സ്പോർട്സ് ധരിക്കാൻ പറ്റില്ല. അത് അതിൻ്റെതായ പർപ്പസിനുള്ളതാണ്. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റൈൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഷെരീഫ് ഇവിടെ ധരിച്ച പോലെ ഓവറായിട്ട് ആക്സസറീസ് ധരിക്കില്ല. ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ കയ്യിലെ നിരക്ക് കാണുന്നില്ല, ഫുൾ ബാംഗിൾസും ഇതെല്ലാമായിട്ട് ഫുൾ കൈ നടന്നിട്ടുണ്ട്, മാല അങ്ങനെ കുറേ ഫുൾ ഓവറായിട്ട് ധരിച്ചിട്ട് നടക്കുന്ന കുറേ ആൾക്കാർ കാണുന്നുണ്ട്. ഇതൊക്കെ കുറച്ചുകൂടി എന്താ പറയുക ഒരു കൈക്ക് ഇപ്പോൾ ഒരു ബാംഗിൾ അങ്ങനെയായിട്ട് നടക്കുന്നത് കുഴപ്പമില്ല, കുറച്ചുകൂടി കാണാൻ ഒരു ലുക്ക് ഉണ്ടാവും. ഇത് ഒരുമാതിരി ഭയങ്കര ബോറായിട്ട് നമുക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഒരു പോയിന്റ് ആയിട്ട്. ഇപ്പോൾ ആറാമത്തെ സ്റ്റൈൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അധികം ആൾക്കാർ ഇപ്പോൾ അധികം പാരൻസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളധികം ആൾക്കാർ നമ്മളധികം കുറച്ച് മുമ്പ് വരെ ഈ ഒരു ടൈം മുപ്പിയും ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്കാണ് ലോ വേസ്റ്റ്. ഇത് എന്താ പറയുക ഇതിനെ കുറിച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റൈൽ മിസ്റ്റേക്ക്. ഇത് ആരെ കണ്ടുപിടിച്ച് അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രണാമിക്കണം നമുക്ക് ഭയങ്കരമുണ്ട്. പ്രണാമിക്കണം ഭയങ്കര ഒരു ആഗ്രഹം. കാരണം ഒരു സ്റ്റൈൽ ആയിട്ട് ഇത് കണക്കൂട്ടാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾ അണ്ടർവെയർ കാണാനുള്ള ആൾക്കാർ പുറത്തിറങ്ങുന്നത് നിങ്ങൾ കാണിക്കാനല്ല ശരിക്കും സ്റ്റൈലായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പാൻറ് ധരിക്കുമ്പോൾ നേരത്തെ എപ്പോഴും വേസ്റ്റ് ലൈൻ്റെ അവിടെ തന്നെ ധരിക്കണം. അല്ലാതെ അത് താത്തി ഇട്ടിട്ട് അണ്ടർവെയർ കാണിക്കലോ അല്ലെങ്കിൽ നമ്മൾ ബാക്കിലുള്ള പാർട്ട് കാണിക്കലോ അല്ല ശരിക്കും സ്റ്റൈൽ. അപ്പോൾ ആ സ്റ്റൈലായിട്ട് കണക്കൂട്ടാൻ പറ്റും. സ്റ്റൈൽ എന്ന് പറയാൻ വരെ കഴിയില്ല സംഭവം. നിങ്ങളത് ചെയ്യാണ്ട് നോക്കുക, നമ്മളത് ചെയ്യില്ല. അപ്പോൾ അതൊരു വലിയ സ്റ്റൈൽ മിസ്റ്റേക്കാണ്. നിങ്ങളത് മാറിയിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ സ്റ്റൈൽ മിസ്റ്റേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നല്ല, പക്ഷെ അതെ നമ്മളധികം കണ്ടിരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റൈൽ മിസ്റ്റേക്സ് നിങ്ങളാരും ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും താഴെ സ്റ്റൈൽ മിസ്റ്റേക്സ് നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് വലിയ ലൈക്ക് ഒന്ന് അമർത്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ഫ്രം ബോത്ത് ഓഫ് us.